കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തൊലിയൊക്കെ പൊളിച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ വലിയൊരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കിയെടുക്കാം. കായയുടെ തൊലി പൊളിച്ച് കഴിയുമ്പോൾ കായ ഈ ഒരു ബേസിനിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. ഇനി വേറൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കായയുടെ തൊലി പൊളിച്ചിട്ട് ആ തൊലി ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കായയൊക്കെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തൊലി വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ് ഈ തൊലി. അപ്പോൾ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല, നമുക്കത് യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റും. കായയുടെ തൊലി പൊളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൈകളിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇത് പുരട്ടിയാലും കുറച്ചൊക്കെ കറ കയ്യിലേക്ക് പറ്റും. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്ന സമയത്ത് ആ കറ പെട്ടെന്നങ്ങ് പോയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് കായയുടെ തൊലി പൊളിച്ചെടുക്കാം. പാകത്തിന് മൂത്ത കായ ആണെങ്കിൽ നമുക്ക് അതിന് തൊലി പൊളിച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇതുപോലെ കായയുടെ തൊലിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും. പക്ഷേ മൂപ്പ് കുറഞ്ഞ കായാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊലി പൊളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല മൂത്ത കായാണെങ്കിൽ അതിനെ ഒരു കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും. തൊലിയെല്ലാം പൊളിച്ചെടുത്ത് കഴിയുമ്പം തൊലിയൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്കും അതിൻ്റെ കായ വേറൊരു പാത്രത്തിലേക്കും ആക്കി മാറ്റി വെക്കാം. ബാക്കിയുള്ള കായയുടെ തൊലിയെല്ലാം നമുക്ക് ഇതേ രീതിയിൽ പൊളിച്ചെടുക്കാം. കായയുടെ തൊലിയെല്ലാം പൊളിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി കായ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തൊലി വെച്ചിട്ട് നല്ലൊരു തോരനും കൂടി ഉണ്ടാക്കിയെടുക്കാം. കായ വറുക്കാനുള്ള പാത്രം സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തൊന്ന് കലക്കി യോജിപ്പിച്ച് വെക്കാം. ഇത് നമുക്ക് ചിപ്സ് വറക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്, ഉപ്പ് പിടിക്കാനായിട്ട്. ഈ ഒരു സ്ലൈസർ വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് കായ ഈ എണ്ണയിലേക്ക് അരിഞ്ഞിടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു നോബ് വെച്ചിട്ട് ഈ നമ്മൾ അരിയുന്നതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിത് വറക്കാൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തൊലിയുടെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം, ഒന്ന് നീറ്റാക്കി എടുക്കാം. എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കായ എടുത്ത് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു സ്ലൈസർ കയ്യിലില്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കട്ടി കൂടി പോവാതെ കുറച്ച് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലൊക്കെയാണ് വറുക്കുന്നതെങ്കിൽ തന്നെ ഒരു പകുതി മൂപ്പൊക്കെ ആകുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുത്താലും മതി. ഫ്ലെയിം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മൂപ്പങ്ങ് പെട്ടെന്നങ്ങ് കൂടിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല മഞ്ഞ കളർ കിട്ടത്തില്ല. സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ക്രിസ്പി ആയ പോലെ ഒരു കിലുകില സൗണ്ട് നമ്മൾ ഇളക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബാച്ച് ഉണ്ടാക്കി കഴിയുമ്പം ഉപ്പ് പാകത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൽ ഈ ഉപ്പുവെള്ളം കുറച്ചും കൂടെ കൂട്ടി കൊടുത്താൽ മതി. കുറച്ചൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഈ ഒച്ചയും ബഹളമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കായ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചപ്പോൾ ആ ഒച്ചയും ബഹളമൊക്കെ താന്നു ക്രിസ്പി ആയിട്ടുണ്ട്. ഇളക്കുമ്പോൾ അറിയാം. പിന്നെ ഇത് കോരിയെടുക്കാം. നല്ല കിലീല സൗണ്ട്. അതാ നമ്മൾ
ഒരു ബാച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ചിപ്സിന്റെ കളർ കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ഒരു ഉപ്പുവെള്ളത്തിൽ കലക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളം ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കിലുകിലാന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒച്ചയും വെള്ളമൊക്കെ നിന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നോക്കിയേ, നല്ല ക്രിസ്പി ചിപ്സ് നമ്മൾ അടുത്ത ബാച്ചും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കാത്ത വറുത്തതാണ്. ഇത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഉപ്പുവെള്ളത്തിലേക്ക് ചേർത്ത് വറുത്തതാണ്. ഇതിന് വലിയ ഡിഫറൻസ് ഒന്നും പറയാനായിട്ട് എനിക്ക് കാണുന്നില്ല. എന്നാലും ഒരു കുറച്ചും കൂടി ഒരു മഞ്ഞ കളർ, ഒരു ബ്രൈറ്റ്നസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു മഞ്ഞൾപ്പൊടി ചേർത്തപ്പം. ചിലപ്പോൾ ഇനി 1/2 ടീസ്പൂണിന് പകരം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ കുറച്ചും കൂടി നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ല കർപ്പൂരാന്നുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ്. ഇനി നമുക്ക് കായത്തൊലി കൊണ്ട് ഒരു തോരൻ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കായത്തൊലി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 സവാള. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത കായത്തൊലി ഇട്ട് കൊടുക്കാം. വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇന്ന് നമ്മളിപ്പോൾ കറിക്കെടുത്തതിൻ്റെ ബാക്കിയുള്ള കായത്തൊലി മഞ്ഞൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു സിപ്ലോ കവറിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിറ്റേ ദിവസം തന്നെ എടുത്ത് ഇത് കറി വെക്കണം. കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ കറുത്ത് ചീഞ്ഞു പോവും. അതുപോലെ ഇതിലേക്ക് നമുക്ക് വേവിച്ച ചെറുപയർ, വൻപയറൊക്കെ ചേർത്ത് ഇതുപോലെ തോരനുണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതുപോലെ ഫ്ലെയിം ഒരു മീഡിയത്തിലും വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും കായയുടെ തൊലി വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് കൂട്ടി വെച്ച് കൊടുക്കാം.
ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ കായത്തൊലിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഇനി വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റി വരും. അപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉള്ളി ഇവിടെ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ തൊലി കളയാതെ നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കി എടുക്കാം.